ടച്ച് ഓഫ് ഗോഡ് ബട്ട് ടച്ച് മീ നോട്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 29-ാമത്തെ വാക്യവും. Gospel according to Saint John chapter 20 verses 15 through 18 and verse 29. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. അതിന്റെ 17-ാമത്തെ വാക്യം, യേശു അവളോട്, എന്നെ തൊടരുത്. ജീസസ് said to her, do not cling to me. അതിന്റെ 29-ാമത്തെ വാക്യം കൂടെ വായിക്കാം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ജീസസ് said to him, have you believed because you have seen me? Blessed are those who have not seen me yet have believed. പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളൊരു പകർച്ചവ്യാധിയുടെ മഹാമാരിയുടെ സാഹചര്യത്തിലായിരിക്കും. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹകരമാക്കണമേ. ഞങ്ങൾ നിന്റെ വചനത്തിലേക്കും വചനം മുഖാന്തരം വചനത്തിലൂടെ ഞങ്ങൾ നിന്റെ മുഖത്തേക്കും നോക്കുന്നു. നിന്റെ വചനം ഞങ്ങൾക്ക് ഇന്ന് അനുഗ്രഹമായി സൗഖ്യദായകമായി ഭവിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാത്യു വറീസച്ചനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ജസ്സച്ചനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവേള ചുമതലക്കാരെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് മറയ്ക്കുന്നത് പോലെ നിന്റെ സ്നേഹത്തിൽ ഈ നാളുകളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. പണ്ട് ക്രിസോസ്റ്റം തിരുമേനി ഒരു കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞ് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. തിരുമേനി ഒരിക്കൽ ഒരു പള്ളിയിലൊക്കെ ചെന്ന് കൺവെൻഷൻ പ്രസംഗിക്കുന്നു. തിരുമേനിയുടെ രീതി നമുക്ക് പരിചയമുണ്ട്. തിരുമേനി വളരെ ഇന്ററാക്റ്റീവായിട്ടും ഒക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചോദ്യം ചോദിക്കും, ആളുകൾ തിരിച്ച് ഉത്തരം പറയും. പതിവ് പോലെ തിരുമേനി പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പള്ളിയുടെ ഫ്രണ്ട് പ്യൂവിലിരുന്ന ബെഞ്ചിലിരുന്ന ഒരു കൊച്ച്, അവക്കൊരു 10-11 വയസ്സ് പ്രായം കാണും. തിരുമേനിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഈ കുട്ടി വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. തിരുമേനിക്ക് അവളെ അങ്ങ് ബോധിച്ചു. നല്ല മിടുക്കിക്കൊട്ട് കുച്ച്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരുമേനി അവളെ ഇങ്ങ് വിളിച്ചു. മോളെ ഇങ്ങ് വന്നേ. അവൾ വലിയ സന്തോഷത്തോടെ തിരുമേനി അടുക്ക ചെന്നു. തിരുമേനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. തിരുമേനി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവള് പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് തിരുമേനി അവളോട് പറഞ്ഞു, നിന്റെ ഉടുപ്പ് സൂപ്പറാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ സുന്ദരിയാണ്. അതിനുശേഷം ഈ പെങ്കൊച്ച് തിരിച്ച് വീട്ടിൽ പോയി. സാധാരണ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ
ഈ അങ്ങ് വളരെ ക്ഷീണിച്ച്, പ്രസംഗിച്ച അച്ഛനേക്കാൾ ക്ഷീണമാണ് പ്രസംഗം കേൾക്കുന്നവർക്ക്. അപ്പം വളരെ ക്ഷീണിച്ചൊക്കെയാണ് സാധാരണ എല്ലാവരും വീട്ടിൽ ചെല്ലുന്നത്. എന്നാൽ പതിവിന് വിപരീതമായി ഈ കൊച്ച് വലിയ സന്തോഷത്തിലാണ്. അപ്പൊ അപ്പനും അമ്മയ്ക്കും സന്തോഷം മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം ഈ കൊച്ച, എന്താടി നിനക്ക് ഇന്ന് ഇത്ര വലിയ സന്തോഷം? സാധാരണ നീ കൺവെൻഷന് പോയിട്ട് വരുമ്പോ ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ അവള് പറഞ്ഞു, കൺവെൻഷൻ കഴിഞ്ഞിട്ട് തിരുമേനി അപ്പച്ചൻ എന്നെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. ആ, നിങ്ങൾ കണ്ടില്ല. എന്നിട്ട് എന്തോ പറഞ്ഞു? എന്നോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ സുന്ദരിയായിരിക്കും. സാധാരണ പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന ഒരു പരാതി, അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നല്ല, നാട്ടിൽ പറയുന്ന ഒരു കാര്യം, ഈ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ ക്ഷമിക്കും. പക്ഷേ സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ഒരു കാലത്തും പോർക്കത്തില്ല. ഇത് എൻ്റെ അഭിപ്രായമല്ല, നാട്ടിൽ ആളുകൾ വ്യാപകമായി പറയുന്ന ഒരു ആക്ഷേപമാണ്. അപ്പൊ ഈ കൊച്ചും അതുകൊണ്ടായിരിക്കണം സുന്ദരിയാണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. എന്നിട്ട് പറഞ്ഞു, പിന്നെന്തോ പറഞ്ഞു തിരുമേനി? അപ്പനും അമ്മയും വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഉടുപ്പ് സൂപ്പർ. അപ്പൊ അവര് പറഞ്ഞു, അത് സൂപ്പർ ആയിരിക്കുമല്ലോ, ഞങ്ങളല്ലേ വാങ്ങിച്ചു തന്നെ. എന്നിട്ട് ഇവള് ആ സംഭാഷണം അവിടെ നിർത്തിയില്ല. എന്നിട്ട് ഇവൾ ഉടനെ പറഞ്ഞു, ഞാൻ അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചു. അപ്പനും അമ്മയ്ക്കും ടെൻഷനായി. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്തുവാ തീരുമാനിച്ചെന്ന് ആർക്കറിയും. അപ്പോ അവള് പറഞ്ഞു, എന്റെ കല്യാണം ക്രിസോസ്റ്റം തിരുമേനി നടത്തിയാണ്. 10 വയസ്സേ ഉള്ളൂ, എന്നാലും സാരമില്ല, എന്നായാലും ഇവളെ കെട്ടിക്കണമല്ലോ. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, കുഴപ്പമില്ല, അതിനെന്താ, നമുക്ക് തിരുമേനി അപ്പച്ചനെ വിളിച്ച് തന്നെ കല്യാണം നടത്താം. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അതെന്തുവാടി ഇനിയത്തെ ആഗ്രഹം? അവര് പേടിച്ചുപോയി. അപ്പൊ പറഞ്ഞു, ഞാൻ കല്യാണത്തിന് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇതേ ഉടുപ്പ് തന്നെയാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ചോദിച്ചാൽ അതെന്തുവാ? തിരുമേനി അപ്പച്ചന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഉടുപ്പാണ്, അതുകൊണ്ട് ഈ ഉടുപ്പ് തന്നെയാണ് ഞാൻ കല്യാണത്തിന് ഇടുന്നത്. ഇത് പറഞ്ഞിട്ട് തിരുമേനി പറഞ്ഞു, പലരും വേദപുസ്തകം മനസ്സിലാക്കുന്നത് ഇതുപോലെ. തിരുമേനി ആ 10 വയസ്സുള്ള അല്ലെങ്കിൽ 11 വയസ്സുള്ള പെൺകൊച്ചിനോട് പറഞ്ഞു, നിന്റെ ഉടുപ്പ് സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഏതു പ്രായത്തിലും ഇടണം എന്നല്ല തിരുമേനി ഉദ്ദേശിച്ചത്. ഈ പ്രായത്തിൽ, ഈ വളർച്ചയിൽ ഈ ഉടുപ്പ് നന്നായിരിക്കും. അപ്പോൾ അവളുടെ പ്രായവും അവളുടെ ശരീര വളർച്ചയും ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് തിരുമേനി പറഞ്ഞത്, ഈ ഉടുപ്പ് സൂപ്പറാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് മനസ്സിലാക്കുന്നത് എന്നതാണ് പ്രധാനം. ഈ കോവിഡിന്റെ കാലത്ത് എന്നെ തൊടരുത് എന്ന് യേശു കർത്താവ് മഗ്ദലക്കാരത്തി മറിയയോട് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്നെ തൊടരുത് എന്നതിന് ഒരു സാധാരണ കൊടുക്കുന്ന അർത്ഥമല്ല ഇപ്പോൾ ഈ കോവിഡ് കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ അൺടച്ചബിലിറ്റിയും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മൾ പുലർത്തുന്ന കാലത്ത് അതിന് ധാരാളം വേറെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ ഒരുമിച്ച് അന്വേഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സാധാരണ പരിചയമുള്ള വാക്കാണ് നോർമൽ. നോർമൽ അല്ലാത്ത ഒരാളെ നമ്മൾ അബ്നോർമൽ എന്ന് വിളിക്കും. ഇപ്പൊ നമുക്കറിയാവുന്നത് ഈ 2 വാക്കാണ്. ഒന്നീ നോർമൽ ആയിരിക്കുക, അല്ലെങ്കിൽ അബ്നോർമൽ ആയിരിക്കും. ഇപ്പൊ മാത്യു വറീസച്ചൻ എന്ന് പറയുന്ന പേര് നോർമലാണ്. മോത്തി എന്ന് കേൾക്കുമ്പം ഇത് ഒരു അബ്നോർമൽ പേരാണ് അല്ലെ? കാരണം ഈ സൈസിനെ വേറെ ഈ പേരോ ഒന്നും നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഈ നോർമൽ, അബ്നോർമൽ, ഇത് രണ്ടും അല്ലാതെ മറ്റൊരു തരം നോർമലിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഈ കോവിഡ് വന്നപ്പോ നമ്മൾ കേട്ട ഒരു പുതിയ വാക്കാണ്. വാസ്തവത്തിൽ ഇതൊരു പുതിയ വാക്കല്ല, പഴയ വാക്കാണ്, ന്യൂ നോർമൽ. അപ്പൊ നമുക്കറിയാവുന്ന നോർമൽ, അബ്നോർമൽ, ഇത് രണ്ടുമല്ലാത്ത ഒരു പുതിയ അവസ്ഥയ്ക്കാണ് ന്യൂ നോർമൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ചരിത്ര സന്ദർഭം ഇതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്. ഈ വാക്കൊക്കെ നിങ്ങൾക്ക് പരിചയമായതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു നോർമൽ സാഹചര്യം മാറി
ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സാധാരണ പറയുന്നത് ഒരു അബ്നോർമൽ സിറ്റുവേഷൻ ആണ്. എന്നാൽ കോവിഡ് കാലത്ത് നമ്മൾ പറയുന്നു ഒരു സാഹചര്യം, ഒരനുഭവം നോർമൽ അല്ലാതായാൽ അതിന് അബ്നോർമൽ എന്നല്ല പറയേണ്ടത്, ഒരു ന്യൂ നോർമൽ എന്നാണ് പറയേണ്ടത്. ഈ ന്യൂ നോർമൽ കോണ്ടെക്സ്റ്റിൽ യേശുക്രിസ്തു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് സാധാരണ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് മാസ്ക്. ഒരുത്തൻ മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അബ്നോർമൽ ആണ്. ഒരു നോർമൽ സാഹചര്യത്തിൽ മാസ്ക് വേണ്ട, അല്ലെങ്കിൽ മുഖപടം വേണ്ട. എന്നാൽ ന്യൂ നോർമലിൽ മാസ്ക് എന്ന് പറയുന്നത് നോർമലാണ്. അപ്പോൾ ഒരു നോർമൽ സാഹചര്യത്തിൽ, ഒരു സാധാരണ സാഹചര്യത്തിൽ അബ്നോർമൽ എന്ന് നാം കരുതുന്ന കാര്യങ്ങൾ ന്യൂ നോർമൽ സാഹചര്യത്തിൽ നോർമലാണ്. മുഖപടം വെക്കുന്ന അല്ലെങ്കിൽ മുഖാവരണം വെക്കുന്ന, മാസ്ക് വെക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും ഒന്നുകിൽ അങ്ങേർക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം കാണും, വെപ്പുവല്ലായിരിക്കും, അത് മറയ്ക്കാനാണ് ഇവിടെ മാസ്ക് വെക്കുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ പറയുന്നു മാസ്ക് വെക്കാതെ ഇരുന്നാൽ അത് അബ്നോർമലാണ്. നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് നെഗറ്റീവ്. എന്നാൽ ഇപ്പൊ മനുഷ്യർക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു വാക്കായി തോന്നുകയാണ് നെഗറ്റീവ്. പണ്ട് നമ്മളെ കാണുമ്പോൾ ഒരാള് മാറി നിന്നാൽ നമ്മൾ ചോദിക്കും എനിക്കെന്താ കുഷ്ഠമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇപ്പൊ അടുത്തു വന്നാൽ കഷ്ടമാണ്. അപ്പോൾ ഡിസ്റ്റൻസിങ്, ഒരാളുടെ ശരീരത്തിൽ നിന്നും എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അവരുടെ അടുക്കൽ നിന്ന് ഞാൻ മാറി നിന്നാൽ അവര് ചോദിക്കും ഇതെന്താ, എനിക്കെന്താ അയിത്തമുണ്ടോ? അതെന്തോ ഒരു അബ്നോർമലാണ്. എന്നാൽ ന്യൂ നോർമലിൽ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് നോർമലാണ്. അപ്പോൾ എല്ലാ കാലത്തും മനുഷ്യൻ ഈ നോർമൽ സാഹചര്യം മാറി വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ മനുഷ്യർക്ക് എപ്പോഴും പ്രയാസം. ഈ മൈക്രോഫോൺ പള്ളികളിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചപ്പോൾ ആളുകൾക്ക് അതൊരു അബ്നോർമലായിട്ടാണ് തോന്നിയത്. കാരണം പള്ളികളിൽ മൈക്രോഫോണിന്റെ ആവശ്യമില്ല. അന്ന് ഏറ്റുപദേശിമാർ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ഏറ്റുപറയാം. പള്ളിയിലെ കമ്മിറ്റികളിലും അങ്ങനെയാണ്. ധാരാളം ഏറ്റുപദേശിമാരുണ്ട്. അതിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ ആരെങ്കിലും ഒരാൾ തീരുമാനിക്കും. എന്നിട്ട് പള്ളി വന്നിട്ട്, കമ്മിറ്റി വന്നിട്ട് അത് ഏറ്റുപറയും. ജനറൽ ബോഡിയിൽ അവരെയും ഏറ്റുപദേശി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു ആത്മീയ അർത്ഥത്തിലുള്ള ഏറ്റുപദേശി എന്ന് പറയുന്നതിന് വേറെയാണ് അർത്ഥം. അപ്പോൾ ഒരു നോർമൽ സാഹചര്യത്തിൽ യന്ത്രങ്ങളുടെ സഹായമില്ലാതെ സംസാരിച്ചാൽ പോരെ. എന്തിനാണ് മൈക്രോഫോൺ? നിങ്ങൾ ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ ഈ പള്ളികളിലെ മൈക്രോഫോണിന്റെ ഉപയോഗത്തെ ആദ്യകാലത്ത് ആളുകൾ ശക്തമായി എതിർത്തിരുന്നു. അവര് പറഞ്ഞു മൈക്രോഫോൺ എന്ന് പറയുന്നത് പിശാചിന്റെ പരിപാടിയാണ്. അപ്പോൾ ഒരു നോർമൽ സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് മൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞത് അബ്നോർമലാണ്. എന്നാൽ ഒരു കാലത്ത് അബ്നോർമൽ എന്ന് നാം പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ നോർമലാണ്. ഒരു കാലത്ത് ടി വി നമ്മുടെ വീടുകളിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പിശാചിന്റെ പെട്ടിയാണ്. വീട്ടിൽ ടി വി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമലായ കാര്യമാണ്. എന്നാൽ ഇന്ന് ടി വി എന്ന് പറയുന്നത് നോർമലാണ്. ഒരു കാലത്ത് ടി വി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആത്മീയ നേതാക്കൾ പിന്നീട് ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റുകളായി. ഇന്ന് ടെലിവിഷൻ ഇവാഞ്ചലിസം, ടെലി ഇവാഞ്ചലിസം എന്നൊക്കെ പറയുന്നത് വളരെ നോർമലാണ്. ഇന്റർനെറ്റ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇത് അബ്നോർമലാണ്, ഇത് മനുഷ്യ ബന്ധങ്ങളെ മുഴുവൻ തകർക്കും. ഇന്നിപ്പോ നമ്മൾ പറയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കുഴപ്പമാണ്, അതൊരു അബ്നോർമലാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് നോർമലായി. ഒരു കാലത്ത് കുർബാന നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് കണ്ടാൽ കാണാനുള്ളതല്ല, അത് കൊള്ളാനുള്ളതാണ്. നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു.
ഇപ്പൊ നമ്മൾ പറയുക അതൊക്കെ നോർമലാണ്. ഒരു കാലത്ത് ആരെങ്കിലും പിള്ളേര് വേദപുസ്തകം മൊബൈലിൽ വായിച്ചാൽ അത് അബ്നോർമലാണ്. ഇന്ന് കുർബാന പോലും നമ്മൾ മൊബൈലിലാണ്, അത് നോർമലായി. അപ്പോൾ ഈ ഒരു നോർമൽ അബ്നോർമൽ എന്ന് പറയുന്ന ഒരു സാധാരണ ധാരണ മാറി അബ്നോർമൽ എന്ന് നാം ഒരു കാലത്ത് കരുതിയിരുന്ന കാര്യങ്ങൾ നോർമൽ ആകുന്ന കാലഘട്ടത്തെയാണ് ന്യൂ നോർമൽ എന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു എന്തിനാണ് ഞാൻ ഇത്രയും വിശദമായി നോർമൽ, അബ്നോർമൽ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നമുക്കുണ്ടാവുന്നത് ഈ വേദഭാഗത്തെ മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമാവും. എന്താണ് ഈ നോർമൽ, ന്യൂ നോർമൽ, അബ്നോർമൽ എന്നൊക്കെ പറയുന്നതും ഈ വേദഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ സാഹചര്യം ഒരു നോർമൽ സാഹചര്യമല്ല, വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. വളരെ അബ്നോർമൽ എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നോർമലാണ്. അതിനെയാണ് നമ്മൾ ന്യൂ നോർമൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിത കാലത്ത് ആർക്കും തന്നെ തൊടാൻ യാതൊരു ബുദ്ധിമുട്ടും യേശു പറഞ്ഞിരുന്നില്ല. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിറകെ വരാം. യേശുക്രിസ്തു എപ്പോഴും ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലായിരുന്നു. ആളുകൾ അവനെ തിക്കുകയും തിരക്കുകയും ചെയ്യുകയാണ്. എവിടെ ചെന്നാലും യേശുവിന്റെ കൂടെ ഒരു വലിയ ആളുകളുണ്ട്, ധാരാളം ജനക്കൂട്ടം എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് യേശുവിനെ തൊടുക, യേശുവിനെ മുട്ടുക, യേശുവിനെ തിക്കുക, തിരക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് വെരി നോർമൽ. കനാന്യ സ്ത്രീയുടെ സംഭവം വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ഇത്രയും വലിയ ജനക്കൂട്ടം. നിങ്ങൾ ഈ ബോംബെയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ഈ ബോംബെയിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ വഴിയുള്ള ഇലക്ട്രിക് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത് നല്ല രസമുള്ള കാര്യം. ഞാൻ 98 ആദ്യം ബോംബെ പോകുന്നത്. എന്നെ കണ്ട ഞാനാണ് ബോംബെ കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ 98 ഞാൻ ആദ്യമായിട്ട് ബോംബെക്ക് ചെല്ലുന്നത്. എനിക്ക് അന്നും ഇന്നും ബോംബെയിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ട്രെയിൻ യാത്രയാണ്. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. നമ്മൾ വെറുതെ അതിന്റെ വാതുക്കെ നിന്നാൽ മതി, അവർ നമ്മളെ എടുത്ത് താഴെ വയ്ക്കും. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, ഒന്നും നമ്മൾ ചെയ്യണ്ട. അതുപോലെ തന്നെ കയറണമെങ്കിലും വെറുതെ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ മതി, ആളുകൾ നമ്മളെ എടുത്ത് ട്രെയിനിലോട്ട് അങ്ങ് വെച്ചു. അപ്പൊ അത്രയ്ക്ക് തിക്കും തിരക്കും ഉള്ള ഒരു സ്ഥലമാണ് ഈ മുംബൈ. ഈ ബോംബെ അല്ലെങ്കിൽ വിക്ടോറിയ VSTO, ഇപ്പൊ CST PT ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേര് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു സ്റ്റേഷനിൽ ആളുകൾ തട്ടുകയും മുട്ടുകയും ദേഹത്തുരുമുകയും ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സാധാരണമാണ്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, ഇത്രയും വലിയ ആൾക്കൂട്ടം ഉള്ളപ്പോ നിന്നെ തൊട്ടതാരാണെന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ എന്തിനാണ് അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, യേശുവിന് തൊടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ തടസ്സമോ ഇല്ലായിരുന്നു, ഒരു നോർമൽ സാഹചര്യം. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടം ഒരു നോർമൽ കാലഘട്ടമാണ്. ആ നോർമൽ സാഹചര്യത്തിൽ, ഒരു നോർമൽ സിറ്റുവേഷനിൽ യേശുവിനെ തൊടുന്നതിനോ യേശുവിന് തൊടുന്നതിനോ യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഇല്ല. എന്നാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് നോർമൽ സിറ്റുവേഷൻ? യേശുവിന്റെ ഫിസിക്കൽ ലൈഫ്, യേശുവിന്റെ ഹിസ്റ്റോറിക്കൽ ലൈഫ്, യേശുക്രിസ്തുവിന്റെ ഒരു ചരിത്രത്തിലുണ്ടായിരുന്ന ജീവിതം, ക്രൂശീകരണത്തിന് മുൻപുണ്ടായിരുന്ന ജീവിതം ഒരു നോർമൽ ജീവിതമാണ്. അങ്ങനെ ഒരു നോർമൽ സിറ്റുവേഷനിൽ ആർക്കും യേശുവിനെ തൊടാം. യേശുവിനും തൊടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ ക്രൂശീകരണത്തിലൂടെ യേശു ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനിലേക്ക് എൻ്റർ ചെയ്യുക. കോവിഡിന് മുൻപും നമ്മൾ ഇതുപോലെയായിരുന്നു. നമുക്ക് ആരെ വേണേ തൊടാം, ആർക്ക് നമ്മളെ തൊടാം, നമ്മുടെ അനുവാദം വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അനുവാദം ഉണ്ടെങ്കിൽ പോലും, നമ്മളിപ്പോൾ പള്ളിയിലെ കയ്യസൂരി തന്നെ വലിയ രസമാണ്, വളരെ വ്യത്യസ്തമായ ഒരു സിറ്റുവേഷനാണ്. ഈയിടെ ചില പള്ളികളിലൊക്കെ കയ്യസൂരി കാണുമ്പോൾ നമ്മൾ ഈ കുങ്ഫു ക്ലാസ്സിൽ വണങ്ങുന്നത് പോലെയാണ്. കാരണം കയ്യസൂരി കൊടുക്കില്ല. പണ്ട് കയ്യസൂരി നമുക്കൊരാൾ തന്നാൽ
അത് നോർമലായിരുന്നു. ആരെങ്കിലും തരാതിരുന്നാൽ അത് വളരെ അബ്നോർമലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാൾ കയ്യസൂരി തരാൻ വന്നാൽ നമുക്കൊരു സംശയം, ഇവന് കോവിഡ് ഉണ്ടോ? അത് വളരെ അബ്നോർമലാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ ലൈഫ്, ഇറ്റ് വാസ് എ നോർമൽ ലൈഫ്. സോ പീപ്പിൾ കുഡ് ടച്ച് ഹിം and he could touch people as well. But now that he has was crucified and resurrected, he enters into a new normal situation. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപുണ്ടായിരുന്നത് ഒരു നോർമൽ സിറ്റുവേഷൻ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ളത് ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു നോർമൽ ലൈഫിൽ ഉണ്ടായിരുന്ന ശീലങ്ങൾ ഇറ്റ് cannot be repeated nor can be reproduced in a new normal situation. അതുകൊണ്ട് നമ്മൾ ഒരേ വ്യക്തിയോട് തന്നെ ഒരു നോർമൽ സിറ്റുവേഷനിൽ ഇടപെടുന്നതും ന്യൂ നോർമലിൽ ഇടപെടുന്നതും വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിനോട് ചരിത്രത്തിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഇടപെട്ട ആ ശീലം ആവർത്തിക്കാനാണ് മഗ്ദലക്കാരത്തി മറിയ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശു പറയാണ്, your habits and your practices cannot be repeated in a new normal situation. നീ പണ്ട് എന്നെ തൊട്ടിട്ടുണ്ട്, ഞാൻ പണ്ട് നിന്നെ തൊട്ടിട്ടുണ്ട്, നീ മാത്രമല്ല എത്രയോ ആളുകൾ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. That was normal while I was alive, while I was in my body. Now that I am a resurrected existence, entity, you cannot touch me. Because this is a new normal situation. അതുകൊണ്ട് മഗ്ദലക്കാരത്തി മറിയ തുടരുത് എന്ന് പറയുമ്പോൾ അതൊരു ന്യൂ നോർമൽ സിറ്റുവേഷൻ. ന്യൂ നോർമൽ എന്നതുകൊണ്ട് ഈ വേദഭാഗത്ത് അർത്ഥമാക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് വളരെ നോർമൽ ആയിരുന്ന പല കാര്യങ്ങൾ, മഗ്ദലക്കാരത്തി മറിയ ആദ്യമായിട്ടാണ് യേശുവിനെ തൊടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾക്ക് അതൊരു ശീലമായി. കാരണം അവൾ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. ആ സ്നേഹപ്രകടനവും ശീലവും അതുപോലെ ന്യൂ നോർമലിൽ ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു പറയാണ്, നീ എന്നെ തുടരും. സോ ലൈഫ് ബിഫോർ ക്രൂസിഫിക്ഷൻ വാസ് നോർമൽ ആൻഡ് ലൈഫ് ആഫ്റ്റർ റിസറക്ഷൻ ഈസ് ന്യൂ നോർമൽ. ഇതാണ് നമ്മുടെ വേദഭാഗത്തിലേക്കുള്ള നമ്മുടെ ഒരു വിൻഡോ. ഈ കണ്ണിലൂടെയാണ് ഈ വേദഭാഗത്തെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത്. എൻ്റെ ഒരു വിചാരം, നമ്മൾ എപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ അതിനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ നോർമൽ, അബ്നോർമൽ, ന്യൂ നോർമൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ നോർമൽ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം കുറച്ചു നേരമായിട്ട് ഇയാളെ നോർമൽ, അബ്നോർമൽ, ന്യൂ നോർമൽ എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ. സോ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രിമിസ്. എന്താണ് പ്രിമിസ്? നമ്മുടെ കോവിഡ് വരുന്നതിന് മുൻപുള്ള നോർമൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ശീലങ്ങളുണ്ട്. വളരെ നോർമൽ എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത്, ഈ പാൻഡമിക്കിന്റെ കാലത്ത് നമുക്ക് നോർമൽ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരു നോർമൽ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറിയോ അത് ന്യൂ നോർമൽ സാഹചര്യത്തിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ന്യൂ നോർമൽ എങ്ങനെയാണ് നമ്മൾ മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്, അതുപോലെ ന്യൂ നോർമലിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോർമൽ സാഹചര്യത്തിൽ അബ്നോർമൽ എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ന്യൂ നോർമലിൽ ഇറ്റ് ബിക്കംസ് നോർമൽ. മഗ്ദലക്കാരത്തി പറയാം, യേശുവിനെ കാണുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഓടിച്ചെന്ന് യേശുവിനെ തൊടുമായിരുന്നു, അല്ലെങ്കിൽ യേശുവിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. എന്നാൽ മറിയോട് യേശു പറയുന്നു, നീ എന്നെ തൊടരുത്. അതിന്റെ അർത്ഥം നോർമൽ സാഹചര്യത്തിൽ യേശുക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത അതേ ശീലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആവർത്തിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ശിഷ്യന്മാർ പ്രതികരിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മൾ ന്യൂ നോർമലിനോട് പ്രതികരിക്കുന്നതും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേൽപ്പിനോട് പ്രതികരിക്കുന്നതും തമ്മിൽ ഒത്തിരി സാമ്യം. കാരണം രണ്ടും ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്.
ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കോവിഡ് കാലം എന്ന് പറയുന്നത് ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്. എങ്ങനെയാണ് ശിഷ്യന്മാർ ഉയർത്തെഴുന്നേൽപ്പിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ശ്രമിച്ചത്? അതൊരു ന്യൂ നോർമലാണ്. അതേ പാറ്റേൺ ആണ് ഈ ന്യൂ നോർമൽ സാഹചര്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പറയുന്നത്. ഈ നോർമൽ സിറ്റുവേഷനിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ തൊടുമായിരുന്നു. ടച്ചബിലിറ്റി വാസ് നോർമൽ ഇൻ നോർമൽ സിറ്റുവേഷൻ. തൊടുക, തൊടാൻ പറ്റുക, ഇത് രണ്ടുമുണ്ട്. ടച്ചിങ് ആൻഡ് ടച്ചബിലിറ്റി. യേശുക്രിസ്തു തൊട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ തൊട്ടിട്ടുണ്ട്. ഇതൊരു നോർമലാണ്. ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ധാരാളം ആളുകൾ യേശുവിന്റെ അടുക്കൽ വരും, കുഞ്ഞുങ്ങൾ വരും. ഈ കുഞ്ഞുങ്ങൾ വന്നപ്പോ യേശു എന്താ ചെയ്തത്? എല്ലാരെയും എന്ത് ചെയ്തു? അവൻ അനുഗ്രഹിച്ചു. തലയിൽ കൈവച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ദാറ്റ് വാസ് നോർമൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് ആളുകളെ തൊടുക എന്ന് പറയുന്നത് യേശുവിന്റെ ശീലമായി. ഇറ്റ് വാസ് ഹിസ് ഹാബിറ്റ് ടു ടച്ച് പീപ്പിൾ. സോ ടച്ചിങ് ആൻഡ് ടച്ചബിലിറ്റി വാസ് നോർമൽ ടു ജീസസ് while he was on this earth. അതുകൊണ്ട് തന്റെ അടുക്കൽ വന്ന സകല കുഞ്ഞുങ്ങളുടെ അടുക്കലും യേശുക്രിസ്തു ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങോ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ പാലിച്ചില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും യേശു തൊട്ടു അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട്, അപ്പം ശിഷ്യന്മാർ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാവണം. നിങ്ങൾ തിരിഞ്ഞ് പശുക്കളെ പോലാവണോ എന്നല്ല പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാവണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കനാന്യ സ്ത്രീയുടെ വേദഭാഗത്ത്. അവിടെയും കനാന്യ സ്ത്രീ യേശുവിനെ തൊടുകയാണ്. വാസ്തവത്തിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിൽ കനാന്യ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. കാരണം ആ സ്ത്രീക്ക് രക്തസ്രാവമുണ്ട്. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാൽ പുരുഷൻ അശുദ്ധനാവും. നിയമം അങ്ങനെ ആയിരിക്കെ യേശുവിന് ഇരുചെവി അറിയാതെ ആ സ്ത്രീ തന്നെ തൊട്ടതും അവൾ സുഖമായതും പറയാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആരോടും വെളിപ്പെടുത്താതിരിക്കാമായിരുന്നു. എന്നാൽ അവൾ തന്നെ തൊട്ടുവെന്നും അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും ആളുകൾ അറിയണമെന്ന യേശുവിനൊരു വല്ലാത്ത നിർബന്ധം. അപ്പോൾ മതത്തിന്റെ നിയമം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ ഒരു പുരുഷനെ തൊട്ടാൽ പുരുഷൻ അശുദ്ധനാവും. അങ്ങനെ ഇരിക്കെ യേശുവിന് അങ്ങ് മിണ്ടാതിരുന്നാ പോരായിരുന്നു? അവിടെയാണ് യേശു പറയുന്നത്, ആരാണ് എന്നെ തൊട്ടത്? അതൊരു ദേഷ്യം കൊണ്ടോ അനിഷ്ടം കൊണ്ടോ പറയുന്നതല്ല, അതൊരു കാര്യം ലോകത്തോട് പറയാനാണ്. ആരാണ് എന്നെ തൊട്ടത്? അപ്പോഴാ ശിഷ്യന്മാർ ചോദിക്കുന്നത്, കൊള്ള, ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കാണ് ആരാണ് തൊട്ടതെന്ന് ചോദിക്കും. അപ്പോൾ യേശുവിന് സ്ത്രീകൾ തൊടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല യേശു മഗ്ദലക്കാരത്തി മറിയോട് എന്നെ തൊടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു എന്തിനാണ് പരസ്യമായിട്ട് ചോദിക്കുന്നത് ആരാണ് എന്നെ തൊട്ടത്? അപ്പോഴാണ് കനാന്യ സ്ത്രീ മുന്നോട്ട് വന്ന് ഞാനാണ് നിന്നെ തൊട്ടതെന്ന് പറയുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ തന്നെ യേശുവിനെ തൊടുന്നൊരു ഭാഗമാണ്. മനോഹരമായൊരു ഭാഗമാണ് അത്. ധനികനായ ശിമോന്റെ വീട്ടിൽ, കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് ചെല്ലുന്നു. ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ അവിടെ പല ആളുകളുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു പാപിനിയായ സ്ത്രീ അവിടോട്ട് കടന്നു വരും. ആ സ്ത്രീ അങ്ങോട്ട്, ഒരു വലിയ സദസ്സാണ്, വലിയ മാന്യന്മാരായ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ അത്ര നല്ല പേരില്ലാത്ത ഒരു സ്ത്രീ.
അത്ര പൊതു സ്വീകാര്യതയോ അല്ലെങ്കിൽ അത്ര നല്ല സാക്ഷ്യമോ ഇല്ലാത്ത സ്ത്രീ, പല കാരണങ്ങൾ കൊണ്ടും പേരുദോഷമുള്ള ഒരു സ്ത്രീ. ഒരുപക്ഷെങ്കിൽ ഒരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒരു മോനിക്ക ലെവിൻസ്കി എന്നൊക്കെ പറയുന്നത് പോലെ അന്നില്ലായിരുന്നെങ്കിലും പിന്നീട് ആ പേര് കേൾക്കുമ്പോഴൊക്കെ അത്ര നല്ല ചിന്തകളല്ല പൊതുജനത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുകളുണ്ട്, എല്ലാം സായിൽ തുടങ്ങുന്ന പേരുകളാണ്. അങ്ങനെ വളരെ വിവാദ പേരുകൾ ധാരാളമുണ്ട്. ഒരുപക്ഷെങ്കിൽ ഇതിനേക്കാൾ അത്ര നല്ലതല്ലാത്ത പേരുള്ള ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ, മഗ്ദലക്കാരത്തി മറിയം. അവിടെ പിന്നീടാണ് നമ്മൾ ആ സ്ത്രീ മഗ്ദലക്കാരത്തി മറിയം അവളെ കുറിച്ച് പറയുന്നത് ഒരു പാപിനിയായ സ്ത്രീ, അത്ര മോശമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീ യേശുവിനെ കാണാൻ വരുമ്പോൾ ഇവളുടെ കയ്യിൽ ഒരു വലിയ ഭരണിയുണ്ട്. ഇവൾ ആ ഭരണി പൊട്ടിക്കുന്നു. എന്നിട്ട് ഇതിൽ കരുതിയിരുന്ന വില കൂടിയ സുഗന്ധം യേശുവിന്റെ ശരീരത്ത് പുരട്ടുന്നു. കണ്ണുനീര് കൊണ്ട് അവന്റെ കാല് കഴുകുന്നു. മുടി കൊണ്ട് അവന്റെ കാല് തുടയ്ക്കുന്നു. എന്നിട്ട് അവിടെ ലൂക്കോസ് പറയുന്നുണ്ട്, അവൾ അവനെ ഇടവിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോൾ എന്നെ തൊടരുത് എന്ന് പറഞ്ഞ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ തൊട്ടതും യേശുവിനെ ചുംബിച്ചതുമൊക്കെയായ ഒരു രംഗമാണ് ലൂക്കോസ് വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ ഈ സ്ത്രീ യേശുവിനെ തൊട്ടതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത് ഇവൾ ചെയ്തത് ലോകാവസാനത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ മഗ്ദലക്കാരത്തി ഒരു മോശം സ്ത്രീ ആയതുകൊണ്ടോ പാപിനി ആയതുകൊണ്ടോ തന്നെ തൊടുന്നത് ശരിയല്ലായിരുന്നു എങ്കിൽ യേശു പിന്നെ എന്തിനാണ് അവിടെ വെച്ച് അവളെ തൊടാൻ സമ്മതിച്ചത്? ആ ഭാഗം വായിക്കണം. ഇത് ഒരു പൊതുവേദിയിലാണ്, ഒരു പൊതു സദസ്സിലാണ്. എത്ര നേരം ഇവൾ യേശുവിനെ തൊട്ടുകൊണ്ടിരുന്നിട്ടുണ്ടാവണം? അവിടെ വരുന്നു, വെങ്കൽക്കരണി പൊട്ടിക്കുന്നു, സുഗന്ധം അവന്റെ ഉടലിൽ മുഴുവൻ പെരട്ടുന്നു, കണ്ണുനീര് കൊണ്ട് അവന്റെ കാല് കഴുകുന്നു, മുടി കൊണ്ട് അവന്റെ കാല് തുടയ്ക്കുന്നു, എന്നിട്ട് അവനെ തുരുതുരാ ചുംബിക്കുന്നു. എത്ര സമയം അവൾ യേശുവിനെ തൊട്ട് കാണണം? പക്ഷെ യേശു അവളെ വിലക്കുന്നില്ല. എന്നാൽ അന്ന് വിലക്കാത്ത യേശുവാണ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയെ വിലക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത എന്തയിത്തമാണ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ യേശുവിനെ തൊടാൻ പറ്റാത്തതായിട്ടുള്ളത്? ഇവിടെയാണ് എന്തുകൊണ്ട് തൊടരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം നാം തിരിച്ചറിയണം. 2-3 തരത്തിൽ അതിനെ ഒന്ന്, അവളുടെ ശീലങ്ങൾ മാറണം. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ശീലം. ചിലർക്ക് ജപ്പാനിൽ ചെന്നാലും രാവിലെ പുട്ട് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരാ. കാരണം അതങ്ങ് ശീലമാണ്. ജപ്പാനിൽ ചെന്നാലും പുട്ടുണ്ടോ? കാരണം രാവിലെ പുട്ടും പഴവും കൂടെ. ഞങ്ങൾ ഇപ്പൊ കോട്ടയത്തൊക്കെ പറഞ്ഞ പുട്ടെന്ന് പറഞ്ഞ, പണ്ട് നേരത്തെ ഇരുന്ന പള്ളിയില് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഇച്ചിരി ഓവർ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമ്പോൾ എന്റെ യുവനസക്കാരെ ചോദിക്കും, ഇന്നലെ എന്തായിരുന്നു, പുട്ടാണോ കഴിച്ചെന്ന് ചോദിക്കും. തള്ള് എന്ന് നമ്മളിപ്പോ നാടൻ ഭാഷയെ പറഞ്ഞു. കോട്ടയത്തുകാർ എന്റെ യുവനസക്കാര് പിള്ളേർ പറയും, ഇന്നലെ പുട്ടായിരുന്നല്ലേ. ഞാൻ ചോദിക്കും, എന്താ മോനെ? അല്ല, ഇന്നത്തെ പ്രസംഗത്തിലെ തള്ളു കേട്ടോണ്ട് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിക്കാണും ഇന്നലെ പുട്ടായിരുന്നു അല്ലെ? അതൊരു ഒരു പ്രയോഗമാണ്. വസ്ത്രം, ഭക്ഷണം, നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസം. യേശുക്രിസ്തു മഗ്ദലക്കാരത്തി മറിയോട് ഒരു പുതിയ ശീലത്തിലേക്കാണ് അവളെ ക്ഷണിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എ ന്യൂ വേ ഓഫ് ബീയിങ് ഇൻ റിലേഷൻഷിപ്പ്. ഒരാളുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ തൊടണം. എന്നാൽ എന്നെ തൊടാത്ത ഒരു പുതിയ ബന്ധത്തിലേക്ക്. അപ്പോൾ ഹിസ്റ്റോറിക് ചരിത്രത്തിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ മഗ്ദലക്കാരത്തി മറിയ യേശുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നത് ത്രൂ ഫിസിക്കൽ ടച്ച്, ബിക്കോസ് ദാറ്റ് വാസ് എ നോർമൽ സിറ്റുവേഷൻ. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറയാണ്, നീ എന്നെ തൊടരുത്. അത് ആ സ്ത്രീ തൊടുന്നത് കൊണ്ട് യേശുവിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകും എന്നതുകൊണ്ടല്ല. കുറച്ചു കഴിയുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, പിന്നെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയ ചില ശീലങ്ങൾ ഉണ്ടാവും.
അതുകൊണ്ട് എന്നെ തൊടുന്നത് പോലെ തന്നെ എന്നെ തൊടാതിരിക്കുന്നതും പ്രധാനമാണ്. എന്നെ കാണുന്നത് പോലെ എന്നെ കാണാതിരിക്കുന്നതും പ്രധാനമാണ്. അതുകൊണ്ടൊരു നോർമൽ സാഹചര്യത്തിലെ ശീലങ്ങൾ അതങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ സാഹചര്യത്തിലും ശരിയാകൂ എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു നോർമൽ സാഹചര്യത്തിൽ ആളുകളെ തൊടുന്നതാണ് സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമെങ്കിൽ ഇപ്പോൾ ആളുകളെ തൊടാതെ ഇരിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ ന്യൂ പ്രാക്ടീസ്, ന്യൂ ഹാബിറ്റ്. ഒരു നോർമൽ സാഹചര്യത്തിൽ ആളുകളുടെ അടുക്കൽ ചെല്ലുന്നതാണ് സ്നേഹമെങ്കിൽ നൗ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഈസ് ദ ന്യൂ നോം. അതുകൊണ്ട് ഈ നോർമൽ കാലത്ത്, ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ നോർമൽ കാലത്ത് ജീവിച്ചിരുന്ന അതേ ശീലങ്ങൾ ആവർത്തിക്കരുത്, ആവർത്തിക്കാൻ പറ്റുകയുമില്ല. ഒരു നോർമൽ സാഹചര്യത്തിൽ കയ്യസൂരി കൊടുക്കുന്നതാണ് ഒരു കൂട്ടായ്മയുടെ അടയാളമെങ്കിൽ ഇപ്പോൾ കയ്യസൂരി കൊടുക്കാതിരിക്കുന്നതാണ്. ഒരു നോർമൽ സാഹചര്യത്തിൽ ആളുകളെ മുൻപിൽ മൂടുപടം വെക്കുക എന്ന് പറയുന്നത് അബ്നോർമൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതാണ് നോർമൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മറിയോട് യേശു പറയുന്നുണ്ട്, നോർമൽ സാഹചര്യത്തിൽ നീ ശീലിച്ച ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് യു നീഡ് ടു ചേഞ്ച് ഇൻ എ ന്യൂ നോർമൽ സിറ്റുവേഷൻ. എന്നെ കാണുമ്പോൾ എന്നെ തൊടുന്നതായിരുന്നു നിന്റെ ശീലം, പക്ഷെ ന്യൂ നോർമൽ സിറ്റുവേഷനിൽ യു നീഡ് ടു ചേഞ്ച്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നോർമൽ സാഹചര്യത്തിൽ നമ്മൾ പരിചയിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. അത് ടച്ചിങ് ആൻഡ് ടച്ചബിലിറ്റി, തൊടുന്നതും തൊടാൻ അനുവദിക്കുന്നതും. എന്നാൽ യേശു ഇപ്പോൾ പറയുന്നു, എന്നെ തൊടരുത്. അപ്പോൾ എന്നെ തൊടരുതെന്ന് പറയുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹത്തെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ മാനത്തിലേക്ക് മാറ്റുകയാണ്. സോ ടച്ചബിലിറ്റി ആൻഡ് ടച്ചിങ്, those were the gestures of love. But now not touching and being untouchable, that is a new norm. അതുകൊണ്ട് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ, നോർമൽ കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് എന്തോ അബ്നോർമലായി ഒന്ന് സംഭവിക്കുന്നു എന്ന് കാണുന്നതിന് പകരം എ ന്യൂ വേ ഓഫ് ബീയിങ് നോർമൽ. പണ്ട് തൊടുന്നതായിരുന്നു നോർമൽ എങ്കിൽ ഇപ്പോൾ തൊടാത്തതാണ് നോർമൽ. പണ്ട് അടുത്ത് ചെല്ലുന്നതായിരുന്നു നോർമൽ എങ്കിൽ ഇപ്പോൾ അകലം പാലിക്കുന്നതാണ് നോർമൽ. പണ്ട് ഒരാളെ ഹഗ് ചെയ്യുന്നതായിരുന്നു നോർമൽ എങ്കിൽ ഇപ്പോൾ അത് ചെയ്യാതെ ഇരിക്കുന്നതാണ് നോർമൽ. യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവനെ തൊട്ടതായിരുന്നു മഗ്ദലക്കാരത്തെ മറിയയ്ക്ക് നോർമൽ എങ്കിൽ ഇപ്പോൾ അവനെ തൊടാതെ ഇരിക്കുന്നതാണ് നോർമൽ. ടച്ച് മീ നോട്ട്. എന്നാൽ അതേസമയം തന്നെ ഇതിന്റെ ഞാനിപ്പോൾ വായിച്ച ഇംഗ്ലീഷ് പരിഭാഷയിൽ അതിന്റെ ശ്രദ്ധേയമായ ഒരു പരിഭാഷയുണ്ട്. ഡു നോട്ട് ടച്ച്, തൊടരുത്. പക്ഷെ അതിന് ഞാൻ വായിച്ച ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പരിഭാഷ എന്ന് പറയുന്നത് ഡു നോട്ട് ക്ലിങ് ടു മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു നോട്ട് ക്ലിങ് ടു മീ. എന്നെ പിടിച്ചോണ്ടിരിക്കരുത്. ഈ ചില സമയത്ത് പിടി വിടണം. ഈ പലരുടെയും കുടുംബജീവിതത്തിന്റെ പ്രശ്നം പിടിവിടേണ്ട സമയമായിട്ടും പിടിവിടാത്തതാണ്. കൂടുതൽ ഉദാഹരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ചിന്ത. എപ്പോഴാണ് പിടിവിടേണ്ടത്? ഞാൻ അത് ഈ പിടിച്ചോണ്ടിരിക്കുന്നത് മാത്രമല്ല സ്നേഹം, പിടിവിടുന്നതും സ്നേഹമാണ്. ഞാൻ ഈ ഒരു കൗൺസിലിംഗ് വിദഗ്ധനൊന്നും അല്ല. എന്നാൽ എൻ്റെ അടുക്കൽ ഈ കൗൺസിലിങ്ങിന് വരുന്നവർ അങ്ങനെ അധികം പേര് കൊള്ളാവുന്നവർ വരാറില്ല. കാരണം എൻ്റെ മേഖല കൗൺസിലിംഗ് അല്ലാത്തത് കൊണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും ഈ കല്യാണം നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രസംഗം ചെയ്യും. അത് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയല്ല,
കാരണം ആ സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല, ഒന്നും കേൾക്കാനും പറ്റത്തില്ല. കുറെ കഴിയുമ്പോഴാണ് ആ പറഞ്ഞതിന്റെ ഒക്കെ വില. അത് പണ്ട് കല്യാണം കഴിച്ചവർ ഈ ശുശ്രൂഷയിൽ പങ്കും അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ എന്ന് നമ്മൾ ഓർക്കുന്നു. ഞാൻ ആ സമയത്ത് അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം, കല്യാണത്തിന് മുൻപുള്ള സിറ്റുവേഷൻ നോർമൽ സിറ്റുവേഷൻ, കല്യാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ന്യൂ നോർമലാണ്. കല്യാണത്തിന് മുമ്പ് ധാരാളം പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളും ഉണ്ടാകുന്നത് നോർമലാണ്. എന്നാൽ കല്യാണം കഴിയുമ്പോൾ ആ സുഹൃത്തുക്കളോടുള്ള നമ്മുടെ ഇടപെടലിൽ വ്യത്യാസം വരണം. കാരണം ഒരു നോർമൽ സ്റ്റുഡന്റ് സാഹചര്യത്തിൽ ജീവിച്ചതുപോലെ ഒരു വിവാഹ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ന്യൂ നോർമൽ സിറ്റുവേഷൻ. ഞാനത് വിശദീകരിക്കാനാണ് ഞാൻ ആ ഉദാഹരണം പറയുന്നത്. അപ്പോൾ ഈ ഉദാഹരണം പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ചെറുക്കനോടും പെണ്ണിനോടും പ്രസംഗിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അപ്പോഴത്തെ ടെൻഷൻ കൊണ്ടും അപ്പോഴത്തെ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടും ഞാൻ മാർഷയുടെയും മിനിലിന്റെയും ഒക്കെ കല്യാണത്തിന് സംബന്ധിച്ചതാണ്. അപ്പോ പ്രസംഗിക്കാറില്ല. പിന്നെ അല്ല, അപ്പനോടും അമ്മയോടും പറയും. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ CSIയിലെ ഒരു കല്യാണത്തിന്റെ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പൊ പറയും, ഇപ്പൊ വല്ലതും പറയാനുണ്ടെ പറഞ്ഞോണം, അല്ലെ മേലാ പറയരുത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു ലിറ്റർജിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം, അല്ലെങ്കിൽ മേലാൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു ഫ്രേസ്. അപ്പോൾ ഈ ചെറുക്കനോടും അപ്പനോടും അമ്മയോടും ഞാൻ പറയും, നിങ്ങൾ ഈ ചെറുക്കനെയും പെണ്ണ്, വേദോസ്തവത്തിൽ ഒരു വാക്യമുണ്ട്, ഈ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ, അവൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയെ പറ്റിക്കുമെന്നല്ല, ഭാര്യയോട് പറ്റിച്ചേരും. ഈ വിട്ടുപിരിയുക എന്ന് പറയുന്നതാണ് നോർമൽ, ന്യൂ നോർമൽ. ഈ വിടാത്തത് കുഴപ്പമില്ല, അത് നോർമലി കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതൊരു ന്യൂ നോർമൽ സിറ്റുവേഷനാണ്. അപ്പോൾ നോർമലിൽ പിടിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ന്യൂ നോർമലിൽ വിടണം. വിടണം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവും പാടില്ലെന്നല്ല അർത്ഥം. എ ന്യൂ വേ ഓഫ് ബീയിങ് ഇൻ റിലേഷൻഷിപ്പ് എന്നാണ് അർത്ഥം. അല്ലാതെ തുടരുതെന്നോ അപ്പനോട് മിണ്ടരുതെന്നോ അമ്മ, അതല്ല അതിന്റെ അർത്ഥം. എന്താ അതിന്റെ കാര്യം എന്നറിയാം? ഇന്ന് ഒത്തിരി കുടുംബ ജീവിതങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കല്യാണം കഴിഞ്ഞാലും ഈ മക്കളെ വിട്ടുകൊടുക്കത്തില്ല, പിടിവിടത്തില്ല. നീ അങ്ങനെ ചെയ്യണം മോനെ, നീ ഇങ്ങനെ ചെയ്യണം. നമ്മൾ എന്തിനാണ് ഈ 18 വയസ്സും 21 വയസ്സും ഒക്കെ വെച്ചിരിക്കുന്നത്? അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുണ്ട്. ഇനി അതല്ല, അവർക്ക് പ്രാപ്തി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരെ കല്യാണം, എനിക്ക് അതിന് പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് എന്റെ അമ്മ പറഞ്ഞു, മോനെ നീ കെട്ടണ്ട, നിനക്ക് അതിന് പ്രാപ്തി ഇല്ലെന്ന്. അതുകൊണ്ട് ഞാനിപ്പോഴും എന്റെ അമ്മയുടെ കയ്യെ പിടിച്ചോണ്ടിരിക്കുക, കുഴപ്പമില്ല. എന്നാൽ പ്രാപ്തിയുള്ളവരും, മാത്യു ഒരു സിറ്റിന് പ്രാപ്തിയുണ്ട്, അതുകൊണ്ട് അച്ഛന് ഒരച്ഛൻ കെട്ടി. ജസ് അച്ഛന് പ്രാപ്തിയുണ്ട്, അച്ഛൻ കെട്ടി. പിടി വിട്ടോ എന്നുള്ളത് ഇനി അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നോർമൽ സാഹചര്യത്തിലുള്ള അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും അതാണ് ന്യൂ നോർമൽ. പക്ഷെ പറ്റുന്നത് എന്താണ്? കല്യാണത്തിന് മുൻപ് എല്ലാ കാര്യങ്ങളും അപ്പനും അമ്മയുമാണ് തീരുമാനിച്ചിരുന്നത്. അതുപോലെ ന്യൂ നോർമലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ യു ആർ ഇൻ ട്രബിൾ. അതുകൊണ്ട് 18 വയസ്സുവരെയും 21 വയസ്സുവരെയും നിങ്ങൾ കൊടുത്ത ഉപദേശം മതി. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്, അതിങ്ങനെ അങ്ങ് കണ്ടമാനം, ഒരു റിസഷൻ ഇല്ലാത്ത ഏക സാധനം ഉപദേശമാണ്. ഉപദേശം അങ്ങ് കണ്ടമാനം അങ്ങ് പ്രവഹിക്കുകയാണ്. കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപദേശം വേണ്ട, ഇത്രയൊക്കെ കൊടുത്ത് അവരെ ഈ പരുവത്തിലാക്കിയില്ലേ, ഇനി തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉപദേശമൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കുക, അവര് ജീവിക്കട്ടെ. അപ്പനും അമ്മയ്ക്കും ഉള്ളൊരു കുഴപ്പം, മക്കൾ ന്യൂ നോർമലിലേക്ക് പ്രവേശിച്ചു എന്നത് അംഗീകരിച്ചിട്ടില്ല. മകനും മകളും അവരും ഒരു ന്യൂ നോർമലിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അവർ അംഗീകരിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ഞാൻ എൻ്റെ വേദഭാഗത്തേക്ക് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ആ കുടുംബത്തിലെ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മഗ്ദലക്കാരത്തെ മറിയത്തിന്റെ പ്രശ്നം, അവക്ക് നോർമലിലെ കാര്യങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും ആവർത്തിക്കണം.
നോർമൽ സാഹചര്യത്തിൽ യേശുവിനെ തൊട്ടു. അവക്ക് അത് തന്നെ ന്യൂ നോർമലിലും ചെയ്യണം. യേശു പറഞ്ഞു, നീ എന്നെ തൊടരുത്. തൊടുന്നത് മാത്രമാണ് സ്നേഹം എന്ന് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റൽ സന്ദർശനം നടത്താതെ ഇരിക്കുന്നതും ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. അധികം സംസാരിക്കരുത്. അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുന്ന ആൾ, ആ ആളെ നമ്മളൊരു നോർമൽ സാഹചര്യത്തിൽ എപ്പോഴും പോയി കാണുകയും വർത്തമാനം പറയുകയും ഹസ്തദാനം ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നോർമലിലെ കാര്യം അതുപോലെ ആവർത്തിച്ചാലും അല്ലെങ്കിൽ ഒരാൾ ഐസിയുവിൽ കിടക്കുമ്പോൾ നമ്മൾ അയാളെ നമുക്കിപ്പം വിദേശ നാടുകളിലൊക്കെ ഹഗ് ചെയ്യുന്നത് ഭയങ്കര ഒരു 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 താല്പര്യമുള്ള അതൊരു ശീലമാണ്. അപ്പൊ നമുക്ക് എപ്പോ കണ്ടാലും നമ്മൾ ഹഗ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഐസിയുവിൽ കിടക്കുക, നമ്മൾ ഓടിച്ചെന്ന് ഹഗ് ചെയ്താൽ എന്ത് സംഭവിക്കും? കാരണം നോർമലി നമ്മൾ ഹഗ് ചെയ്യുമായിരുന്നല്ലോ. മഗ്ദലക്കാരത്തി മറിയോട് യേശു പറയുന്നു, ഡു നോട്ട് ടച്ച് മീ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ക്ലിങ് ഓൺ ടു മീ. അത് വാസ്തവത്തിൽ എനിക്കൊന്ന് കുറെ കൂടെ മീനിങ് ഫുൾ ആണെന്ന് തോന്നുന്നു. അതായത് എന്നെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ യു നീഡ് ടു ബി ഇൻഡിപെൻഡന്റ്. വാസ്തവത്തിൽ അതൊരു കുറെ കൂടെ നല്ല പരിഭാഷയാണ് തോന്നുന്നു. ഡു നോട്ട് ടച്ച് മീ എന്നതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്ന ഡു നോട്ട് ക്ലിങ് ടു മീ. നമ്മളെ കൊച്ചുകുട്ടികൾ നമ്മളെ പള്ളിയിൽ പോകുമ്പോഴും പെരുന്നാളിന് പോകുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഒരു സന്ദർഭത്തിൽ ഈ പിടി വിടണം. എനിക്ക് പിടിച്ചേ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു കാലമുണ്ട്. പക്ഷെ ഇപ്പോൾ പിടി വിടേണ്ട സമയമാണ്. യേശു പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. സോ ഡു നോട്ട് ക്ലിങ് ഓൺ ടു മീ. യു നീഡ് ടു ലേൺ ഹൗ ടു ലീവ് ഇൻ എ ന്യൂ നോർമൽ സിറ്റുവേഷൻ. ഞാൻ നിന്നോടുകൂടെ ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ജീവിച്ചതുപോലെയും പെരുമാറിയതുപോലെയും നിനക്കിനി പെരുമാറും. ദിസ് ഈസ് എ ന്യൂ നോർമൽ സിറ്റുവേഷൻ. റിസറക്ഷൻ ഈസ് എ ന്യൂ നോർമൽ സിറ്റുവേഷൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് തന്നെ നമ്മൾ നാളെയും ഇതേ വേദഭാഗം തന്നെയാണ് നമ്മൾ നാളെയും ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ എന്താണ് ഇതുവരെ പറയാനായിട്ട് ശ്രമിച്ച ഒരു കൊച്ചു കാര്യം? ഒറ്റ കാര്യം പറഞ്ഞത്, എന്നെ തൊടരുത്. നമുക്ക് പരിചയമുള്ള വാക്കുകളാണല്ലോ നോർമൽ, അബ്നോർമൽ. നോർമൽ സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുന്ന ചില രീതികളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി പെരുമാറുന്നവരെ നമ്മൾ അബ്നോർമൽ എന്ന് വിളിക്കും. എന്നാൽ ഈ കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കി നോർമലും അബ്നോർമലും അല്ലാതെ മറ്റൊരു അവസ്ഥയുണ്ട്. അതിനാണ് ന്യൂ നോർമൽ എന്ന് പറയുന്നത്. അതിന്റെ മലയാള പരിഭാഷ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും വശമില്ല. അതിന്റെ നല്ല പരിഭാഷ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ സന്തോഷം. അപ്പോൾ ഈ നോർമൽ സാഹചര്യത്തിൽ ജീവിച്ചതുപോലെ ന്യൂ നോർമലിലും ജീവിക്കാൻ മഗ്ദലക്കാരത്തി മറിയ ശ്രമിക്കുകയാണ്. എന്നാൽ യേശു അവളോട് പറഞ്ഞു, നീ എന്നെ തൊടരുത്. നീ എന്നെ തൊടരുത് എന്ന് അവളോട് പറഞ്ഞതിന്റെ കാരണം, അവൾ തൊടുന്നത് യേശു അനിഷ്ടമായതുകൊണ്ടല്ല. അവൾ തൊടുന്നത് കൊണ്ട് യേശുവിന്റെ ദൈവീകതയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കും എന്നതുകൊണ്ടുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ അവൾ വെൺകൽ ഭരണി പൊട്ടിച്ചു നടത്തിയ സ്നേഹപ്രകടനം, അതിനെ ഒന്നും യേശു തടസ്സപ്പെടുത്തില്ല. അതേ യേശു ആണ് പറയുന്നത്, ഇപ്പോൾ എന്നെ തൊടരുത്. അപ്പോൾ അവളോടുള്ള വിരോധം കൊണ്ടോ അവളോടുള്ള അനിഷ്ടം കൊണ്ടോ അവൾ തൊടുന്നത് യേശുവിന് ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മീയമായി ക്ഷീണം സംഭവിപ്പിക്കുമോ എന്നതുകൊണ്ടല്ല. ഒരു കാര്യം യേശു അവളോട് പറയുന്ന ഒരു കാര്യം, നീ ഒരു നോർമൽ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീ ഒരു നോർമൽ സാഹചര്യത്തിൽ പെരുമാറിയിരുന്നത് പോലെ ഈ ന്യൂ നോർമലിൽ പെരുമാറാൻ യു കെൻ നോട്ട് പ്രൊഡ്യൂസ് യുവർ പ്രാക്ടീസസ് ഇൻ which you are used to in the normal situation. അതുപോലെ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനിൽ ആവർത്തിക്കാനായിട്ട് സാധിക്കും. രണ്ട്, നീ എൻ്റെ കയ്യിൽ നിന്ന് പിടി വിടണം. ഡു നോട്ട് ക്ലിങ് ടു മീ. നീ നോർമൽ സാഹചര്യത്തിൽ എന്നെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു,
ബട്ട് നൗ ദിസ് ഇസ് എ ന്യൂ നോർമൽ സിറ്റുവേഷൻ. ഇതൊരു പുതിയ സാഹചര്യമാണ്. അതുകൊണ്ട് എന്നെ പിടിച്ചതും എന്നെ ആശ്രയിച്ചും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുമാണ് ഞാൻ ജീവിച്ചതെങ്കിൽ ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനിൽ ഒരു പുതിയ തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നീ പ്രവേശിക്കണം. അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ ആയിരുന്നിടത്തു നിന്നും എന്റെ പിടി വിടുക. എന്റെ പിടി വിടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള പിടി വിടുക എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. അല്ലാതെ യേശുവിനോടുള്ള സഖിത്വം വേണ്ടാന്ന് വെക്കുകയല്ല. നീ എന്നെ സ്നേഹിക്കുന്നത് ന്യൂ നോർമൽ സിറ്റുവേഷൻ നോട്ട് ബൈ ടച്ചിങ് മീ. എന്നെ തൊട്ടാതെ. നോർമലിൽ നമ്മൾ തൊട്ട് സ്നേഹിച്ചു, ന്യൂ നോർമലിൽ നമ്മൾ തൊടാതെ സ്നേഹിച്ചു. നോർമലിൽ നമ്മൾ മാസ്ക് വെക്കാതെ സ്നേഹിച്ചു, ന്യൂ നോർമലിൽ നമ്മൾ മാസ്ക് വെച്ച് സ്നേഹിക്കുന്നു. നോർമലിൽ നമ്മൾ അടുത്ത് ചെന്ന് സ്നേഹിക്കുന്നു, ന്യൂ നോർമലിൽ നമ്മൾ അകലം പാലിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നോർമൽ സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു വന്നപ്പോൾ അതെല്ലാം അതുപോലെ ന്യൂ നോർമലിൽ ആവർത്തിക്കാൻ പറ്റില്ല. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം ഒരു പുതിയ തരത്തിൽ പ്രകടിപ്പിക്കും. രണ്ട്, ന്യൂ നോർമലിൽ യേശുവിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂ നോർമലിൽ നേരിട്ട് കൈകൾ തമ്മിൽ കൂട്ടി മുട്ടി പിടിക്കുന്നതിലല്ല, ഒരു ന്യൂ വേ ഓഫ് ഹോൾഡിങ് ഓൺ ടു ഹിം, എ ന്യൂ വേ ഓഫ് ക്ലിങ്ങിങ് ഓൺ ടു ഹിം. പക്ഷെ നോർമലിൽ ക്ലിങ്ങിങ് ഓൺ ടു ഹിം എന്ന് പറയുന്നത് ദാറ്റ് വാസ് ത്രൂ ഫിസിക്കൽ ടച്ച്. ബട്ട് ഇൻ ന്യൂ നോർമൽ സിറ്റുവേഷൻ ക്ലിങ്ങിങ് ഓൺ ടു ഹിം മീൻസ് നോട്ട് ജസ്റ്റ് ബീയിങ് ഫിസിക്കൽ. തൊടുന്നത് മാത്രമല്ല, ഒരു ന്യൂ വേ ഓഫ് ബീയിങ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയത്തെ ക്ഷണിക്കുന്നത് ഒരു ന്യൂ നോർമൽ സിറ്റുവേഷനിലേക്കാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഇത് ഇന്നുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. നാളെയും ധൈര്യത്തോടെ നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വരണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു.